നമസ്കാരം. പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപ്രതീക്ഷിത വിടവാങ്ങലിൽ ഞെട്ടിയിരിക്കുകയാണ് ഇറാൻ. ആഭ്യന്തര പ്രക്ഷോഭങ്ങളും ബാഹ്യ സംഘർഷങ്ങളും ഇറാനെ ഗ്രസിച്ചു നിൽക്കുന്ന അവസരത്തിലാണ് ആ രാജ്യത്തിന് പ്രസിഡന്റിനെ നഷ്ടമാകുന്നത്. ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനത്തിന് ശേഷം ഹെലികോപ്റ്ററിൽ മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. റൈസിയുടെ അപ്രതീക്ഷിത വിടവാങ്ങലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു. സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് പ്രധാനമന്ത്രി ദുഃഖം രേഖപ്പെടുത്തിയത്. ഇബ്രാഹിം റൈസിയുടെ മരണം ഞെട്ടലുണ്ടാക്കിയതായി മോദി കുറിച്ചു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാന്റെയും ഒപ്പം സഞ്ചരിച്ച മറ്റ് 7 പേരുടെയും ജീവനെടുത്ത ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ബെൽ 212 എന്ന ഹെലികോപ്റ്ററിന്റെ സുരക്ഷാ വീഴ്ചകൾ മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷന്റെ കണക്കുകൾ അനുസരിച്ച് 8 മാസം മുൻപും ഒരു ബെൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിരുന്നു. കൈവശമുള്ള ഹെലികോപ്റ്ററുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനും പുതിയത് വാങ്ങാനും ഇറാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. സൈന്യത്തിന്റെ പക്കലുള്ള ഹെലികോപ്റ്ററുകളിൽ പലതും കാലഹരണപ്പെട്ടതാണ്. ആവശ്യത്തിന് പുതിയ ഹെലികോപ്റ്ററുകൾ ഇല്ലാത്തതിനാലാകും സുരക്ഷാ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബെൽ 212 തുടർന്നും ഉപയോഗിച്ചത്. കൂടുതൽ ഭാരം വഹിക്കാനുള്ള ശേഷിയും ഡബിൾ എഞ്ചിൻ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും പലപ്പോഴും ഇതിന്റെ രണ്ടാമത്തെ എഞ്ചിൻ പണിമുടക്കാറുണ്ടെന്നാണ് പ്രധാന പരാതി. ഇറാൻ പ്രസിഡന്റ് റൈസിയുടെ മരണത്തിന് മുൻപ് 2023 സെപ്റ്റംബറിൽ മറ്റൊരു ബെൽ 212 UAE തീരത്ത് തകർന്നു വീണിരുന്നു. എന്നാൽ ആ അപകടം ആരുടെയും ജീവൻ കവർന്നില്ല. എന്നാൽ 2018 ഉണ്ടായ സമാന സംഭവത്തിൽ 4 പേർ മരിച്ചതായി ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1978 ജൂൺ 3 അബുദാബിയിൽ ഒരു ബെൽ 212 അപകടത്തിൽപ്പെട്ട് 12 പേരുടെ ജീവനാണ് നഷ്ടമായത്. ഇന്ന് ആഗോളതലത്തിൽ സർക്കാരുകളും സ്വകാര്യ ഓപ്പറേറ്റർമാരും ഉപയോഗിച്ചു വരുന്ന ബെൽ 212 ഹെലികോപ്റ്റർ വിയറ്റ്നാം യുദ്ധകാലത്ത് വ്യാപകമായിരുന്ന UH-1N ട്വിൻ ഹ്യൂയിയുടെ സിവിലിയൻ പതിപ്പാണ്. ഇന്ന് ബെൽ ടെക്സ്ട്രോൺ എന്ന പേരുള്ള ബെൽ ഹെലികോപ്റ്റർ 1960കളുടെ അവസാനത്തിൽ കനേഡിയൻ സൈന്യത്തിന് വേണ്ടി വികസിപ്പിച്ചതാണ്. 2 ടർബോഷാറ്റ് എഞ്ചിനുകൾ വന്നതോടെ കൂടുതൽ ഭാരം വഹിക്കാനുള്ള കഴിവ് അതിനുണ്ടായി. 1971 ഔദ്യോഗികമായി പുറത്തിറക്കിയ ബെൽ 212 അമേരിക്കയിലും കാനഡയിലും അതിവേഗം ആരാധകരുണ്ടായി. പക്ഷേ ഇന്ന് ബെൽ 212 പഴയ പ്രതാപമില്ല. കൂടുതൽ മികച്ച പതിപ്പുകൾ ഇറങ്ങിയതും നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ബെല്ലിനെ വില്ലനാക്കി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.